ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതെയാകുന്നു. പകരം കഠിനമായ പ്രയത്നങ്ങൾ ഉണ്ടാകേണ്ട മറ്റൊരു പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നു. ഇന്ന് മുതൽ രാജ്യവ്യാപകമായി അത് പ്രാബല്യത്തിൽ വരികയാണ്. 2 പതിറ്റാണ്ടോളമായി ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയുടെ ജീവനാഡിയായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി VBG റാംജി എന്ന ഒരു പുതിയ നിയമം ഇന്ന് മുതൽ 2026 ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊണ്ടുവന്ന ഈ പുതിയ മാറ്റം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെയും സംസ്ഥാന സർക്കാരിനെയും എങ്ങനെയെല്ലാം ബാധിക്കുമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ മാറ്റങ്ങളുണ്ട്. അഥവാ അതിൻ്റെ ആദ്യം പോസിറ്റീവ് വശങ്ങളിലേക്ക് വന്നാൽ തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തി. നിലവിലെ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് ഒരു സാമ്പത്തിക വർഷം പരമാവധി 100 ദിവസത്തെ തൊഴിലായിരുന്നു ഉറപ്പ് നൽകിയിരുന്നതെങ്കിൽ VBG റാംജി നിയമപ്രകാരം അത് 125 ദിവസമായി വർദ്ധിപ്പിച്ചു. ഇത് തൊഴിലാളികൾക്ക് കൂടുതൽ ദിവസത്തെ ജോലിയും കൂടുതൽ വരുമാനവും ഉറപ്പാക്കും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. രണ്ടാമത്തേത് ദിവസക്കൂലി 401 രൂപയാക്കി ഉയർത്തി. പുതിയ നിയമത്തിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളിലെ കൂലി നിരക്കുകൾ കേന്ദ്രം പുതുക്കി നിശ്ചയിച്ചു. കേരളത്തിലെ തൊഴിലാളികളുടെ ദിവസക്കൂലി ഇതോടെ 401 രൂപയാക്കി ഉയർത്തും. മുൻപ് ഇത് 346 രൂപയായിരുന്നു. ഹരിയാന 409, ഗോവ 406 എന്നിവ കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന കൂലി ലഭിക്കുന്ന 3ാമത്തെ സംസ്ഥാനമാണ് കേരളം. മൂന്നാമത്തേത് വൈകിയാൽ നഷ്ടപരിഹാരം ഉണ്ടാകുമെന്നതാണ്. കേന്ദ്രീകൃത പോർട്ടൽ വഴി രാജ്യത്ത് എവിടെ നിന്നും ഇനി ജോലിക്ക് അപേക്ഷിക്കാം. അപേക്ഷിച്ച് 15 ദിവസത്തിനകം തൊഴിൽ നൽകിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തൊഴിലാളിക്ക് തൊഴിലില്ലായ്മ വേതനം നൽകണമെന്ന ഒരു നിയമം കൂടി ഇതിൻ്റെ കൂടെ വരുന്നു. കൂടാതെ പണി പൂർത്തിയാക്കി പരമാവധി 15 ദിവസത്തിനകം ബാങ്ക് അക്കൗണ്ടിലേക്ക് കൂലി എത്തിയില്ലെങ്കിൽ പ്രതിദിനം 0.5% നിരക്കിൽ കാലതാമസത്തിനുള്ള നഷ്ടപരിഹാരവും തൊഴിലാളിക്ക് നൽകണം എന്ന വ്യവസ്ഥയും വരികയാണ്. ഇനി അതിൻ്റെ ആശങ്കയും വെല്ലുവിളികളുമുണ്ട്. ഒരുപാട് ആശങ്കകൾ പ്രത്യേകിച്ച് കേരളത്തിലെ സാധ്യതകളും സാഹചര്യങ്ങളും വെച്ചുണ്ട്. അതിലൊന്ന്, ഈ പദ്ധതി കൂടുതൽ വരുമാനം വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ കേരളത്തിലെ തൊഴിൽ സാഹചര്യങ്ങളിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. അതിലൊന്നാമത്തെ കാര്യം, കൂടുതൽ കഠിനമായ അഥവാ കായിക അധ്വാനമുള്ള ജോലിയായിരിക്കും വരുന്നത് എന്നാണ്. ഈ പദ്ധതിക്ക് കീഴിൽ ചെയ്യാവുന്ന 318 പ്രവൃത്തികളുടെ ഒരു കരട് പട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇവ പ്രധാനമായും ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ 4 വലിയ മേഖലകളിലാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതിയ പട്ടികയിലുള്ള മിക്ക ജോലികളും കഠിനമായ കായികാധ്വാനം ആവശ്യമുള്ളവയാണ്. കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ഭൂരിഭാഗം ഏകദേശം 90% സ്ത്രീകളാണ്. അതിൽ തന്നെ വളരെ വലിയൊരു വിഭാഗം 60 വയസ്സിന് അഥവാ 40% മുകളിലുള്ള ആളുകൾ 60 വയസ്സിന് മുകളിലുള്ള പ്രായമായ ആളുകളാണ്. അതിനാൽ ഈ കഠിന ജോലികൾ ചെയ്യാൻ അവർക്ക് പ്രായോഗികമായ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. 2, സ്വകാര്യ ഭൂമിയിലെ ജോലികൾക്ക് നിയന്ത്രണം ഉണ്ടാകുമെന്നാണ്. പഴയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം സാധാരണക്കാരുടെ കൃഷിയിടങ്ങളിലെ മണ്ണൊരുക്കൽ, കിണർ റീചാർജിങ്, തെങ്ങിന് തടമൊരുക്കൽ തുടങ്ങിയ പല ജോലികളും ഇതുവഴി ചെയ്യുമായിരുന്നു. എന്നാൽ പുതിയ VBG റാംജി പദ്ധതിയിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലെ ഇത്തരം വികസന ജോലികൾ അനുവദിക്കില്ല എന്നതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ഇത് സാധാരണക്കാരായ കർഷകരെ ബാധിക്കും എന്നത് ഇതിൻ്റെ മറ്റൊരു പ്രശ്നമാണ്. മൂന്നാമത്തേത്, സംസ്ഥാനത്തിന് വരുന്ന അധിക സാമ്പത്തിക ബാധ്യതയാണ്. മുൻപ് തൊഴിലാളികളുടെ തൊഴിലുറപ്പ് കൂലി ചെലവിൻ്റെ 100% കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നതെങ്കിൽ പുതിയ നിയമപ്രകാരം കൂലി ചെലവിൻ്റെ 60% മാത്രമേ കേന്ദ്രം വഹിക്കൂ എന്നും ബാക്കി 40% സംസ്ഥാന സർക്കാരുകൾ കണ്ടെത്തേണ്ടി വരുമെന്നുള്ള സൂചനകളുണ്ട്. ഉറപ്പില്ല. അതിൻ്റെ കരട് വന്നതിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ച വ്യക്തത ഉണ്ടാകുകയുള്ളൂ. നിലവിൽ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന കേരളത്തിന് ഇത് വലിയൊരു അധിക ബാധ്യതയായേക്കും എന്നതും ഇതിൻ്റെ മറ്റൊരു പ്രശ്നമാണ്. തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ നിലവിലുള്ള KYC ചെയ്ത പഴയ ജോബ് കാർഡുകൾ എല്ലാം തന്നെ ഇപ്പോൾ സാധുവായിരിക്കും. പുതിയ ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ അധികൃതർ വിതരണം ചെയ്യുന്നത് വരെ പഴയ കാർഡ് തന്നെ ഉപയോഗിച്ച് പ്രവൃത്തിയിൽ ഏർപ്പെടാം. ഇന്നു മുതൽ പുതിയ പദ്ധതി പ്രകാരം ജോലികൾ തുടരാവുന്നതുമാണ്. ജോലികൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ ഇടക്കാല വിഹിതമായി 95,692 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നതും ഇതിൻ്റെ ഭാഗമാണ്. ഏതായിരുന്നാലും ഈ ഒരു പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്.